ഷിർക്ക് എന്ന് പറയുമ്പോൾ 3 തരത്തിലാണ്. ഒന്ന് റുബൂബിയത്തിൽ ഷിർക്കാണ്. ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു മാത്രം ചെയ്യുന്ന ഈ നിയന്ത്രണങ്ങൾ, ആകാശഭൂമികളുടെ നിയന്ത്രണത്തിൽ ആർക്കെങ്കിലും അള്ളാഹുവിന്റെ കൂടെ ഒരു പങ്കുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരു പങ്കാളിയെ വെച്ചു, സൃഷ്ടികർത്തൃത്വത്തിന്റെ ഏകത്വത്തിൽ പങ്കാളിയെ വെച്ചു. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഓരോ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ പ്രതിഭാസങ്ങൾക്ക് പിന്നിലും ഓരോ ശക്തികളുണ്ടെന്ന് വിശ്വസിക്കുന്ന, ഓരോ ദേവതമാരുണ്ടെന്ന് വിശ്വസിക്കുന്ന, ഓരോ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അതിനു പുറമെ ഔലിയാക്കളും മഹത്തുക്കളും കുത്തുബുകളും ഒക്കെ ആളുകളുണ്ട്. അവരൊക്കെ ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളുണ്ട്. അത് പിന്നെ സൃഷ്ടികർത്തൃത്വത്തിലെ ഷിർക്കാണ്. പിന്നെ രണ്ടാമത് വരുന്ന ഒന്ന് ഷിർക്കും ഫിൽ ഉലൂഹിയത്താണ്, ആരാധ്യതയിലുള്ള ഷിർക്ക് എന്ന് പറയുന്നതാണ്. ആ ഷിർക്ക് എന്താണ്? സർഫുൽ ഇബാദ, അള്ളാഹുവിനുള്ള ആരാധനയെ നമ്മൾ തിരിച്ചുവിടുക. ഔ നൗഉ മിൻ അൻവാഇ, അതിൽ ഏതെങ്കിലും ഒരു ഇനത്തെ ലിഗൈരില്ലാഹി അസ്സ വജൽ, ആരാധനന്റെ എന്തെങ്കിലും ഒന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ഈ പള്ളിക്ക് കുറച്ച് നേരത്തെ വന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു. എന്തൊക്കെ നമ്മൾ പറഞ്ഞു? നമ്മുടെ കുട്ടികളുടെ നല്ല നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നമ്മുടെ കച്ചവടത്തിന് അതേ കാര്യം അതേമാതിരി കൈ ഉയർത്തി അല്ലല്ലാത്തവന്റെ ഒരുത്തന്റെ മുന്നിൽ വെച്ച് പറയാം. പിന്നെ അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലുള്ള ഷിർക്ക്. അള്ളാഹുവിന്റെ ഒരു വിശേഷണം, മറഞ്ഞ കാര്യങ്ങൾ അറിയും, അത് അള്ളാഹുവിന്റെ വിശേഷണമാണ്. ആ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവ് അള്ളാഹിനെ പോലെ മറ്റുള്ളവർക്കും ഉണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിൽ അള്ളാഹുവിന്റെ കൂടെ എന്ത് ചെയ്തു? ഷിർക്ക്.